പ്രാരംഭ നിമിഷം ദൈവദാസൻ പാടിയതുപോലെ എന്നെ പേര് ചൊല്ലി വിളിച്ചതും ദൈവത്തിൻ്റെ കൃപയാണ്, എന്നെ വലിയവനാക്കിയതും ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ ജീവനോടെ ഇരിക്കുന്നതും എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്? ആ ഉറപ്പുള്ളവർ ആ കരങ്ങളെല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ശബ്ദമുയർത്തി ഒരു ഹാലലൂയ പറഞ്ഞു. ഹാലലൂയ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്നതുപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകലിൽ നമ്മുടെ കണ്ണ് മനുഷ്യന്റെ മുഖത്തേക്കല്ല നോക്കേണ്ടത്, സർവശക്തനായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായ ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം ആരാധിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് പകർന്നു വേണം നാം കർത്താവിനെ ആരാധിക്കാൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹന്ന ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നു പ്രാർത്ഥിച്ചു, പിന്നെ അവളുടെ മുഖം വാടിയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ ആരാധിക്കുന്നത് അവൻ എനിക്ക് ആരാണെന്ന് ഉള്ളിൽ ബോധമുള്ളവർക്കാണ്. യേശു കർത്താവ് ആരാണെന്നുള്ളിൽ ബോധ്യമുള്ളവർക്ക് അവന്റെ സന്നിധിയിൽ വന്ന് മൗനമായിട്ടിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, യേശു കർത്താവും തന്റെ ശിഷ്യന്മാരും യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. യേശു കർത്താവ് അതുവഴി നടന്നു പോകുന്നു, താൻ കടന്നു പോകുന്നു എന്ന് താൻ കണ്ടിട്ടല്ല, താൻ കേട്ടിട്ട്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് താൻ ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. നമുക്കറിയാം, താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവനെ മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചു. ആ സമയത്തൊക്കെ അവൻ മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്, അവൻ അതിൽ ഉറക്ക നിലവിളിക്കാൻ തുടങ്ങി. അടുത്ത വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, അപ്പോൾ യേശു കർത്താവ് നിന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവിലേക്ക് നമ്മളെ അടുപ്പിക്കാതെ വണ്ണം കർത്താവിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അകറ്റുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ നമ്മുടെ ചിന്തകളാകട്ടെ, നമ്മുടെ സാഹചര്യങ്ങളാകട്ടെ, നാളെക്കുറിച്ചുള്ള നമ്മുടെ ഭാരങ്ങളാകട്ടെ, അത് എന്ത് നമ്മുടെ കർത്താവിൽ നിന്ന് നമ്മളെ അകറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിലും അതിനെല്ലാം ഒന്ന് കുടഞ്ഞു കളഞ്ഞ് ഇന്ന് പകലിലൊന്ന് നിലവിളിക്കാൻ തയ്യാറാണോ? ഇന്ന് പകലിൽ യേശു കർത്താവ് ആരാണെന്ന് അകത്ത് ബോധ്യമുള്ളവന് ശക്തിയോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ. അതരങ്ങളെ തുറന്ന് ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ശരീരത്തിന്റെ മേൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് പകലിൽ മൗനമായിരിക്കാതെ ശബ്ദമുയർത്തി അധികാരത്തിൽ നിന്നുകൊണ്ട് ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അല്പനിമിഷങ്ങൾ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് നന്ദിയോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ദൈവത്തിന്റെ വചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇന്ന് പകലിൽ വായികളെ തുറന്നൊന്ന് പറഞ്ഞേ, എനിക്കൊന്നും ദോഷമായി ഭവിക്കത്തില്ല, എന്റെ ജീവിതത്തിൽ ഒന്നും എന്റെ ദൈവം ദോഷത്തിനായി ചെയ്യത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും ഞാൻ നിങ്ങൾക്ക് തരും. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് നന്ദിയോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. നാളുകളായി ഉപവസിച്ച വിഷയങ്ങൾക്ക് നടുവിൽ, നാളുകളായി നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ നടുവിൽ ഇതുവരെ നിനക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ ഇന്ന് പകലും ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് നിലവിളിക്കാൻ തയ്യാറാണോ? ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാണോ? യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന ദൈവമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, അതുകൊണ്ട് എനിക്ക് എന്റെ സാഹചര്യത്തെ ഭയമില്ല, അതുകൊണ്ട് എനിക്ക് എന്റെ ഭാവിയെ കുറിച്ച് ഭയമില്ല, കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ ഉറപ്പുള്ളവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തിടിച്ച് നന്ദിയോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ഇന്ന് പകലിൽ സകല ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് പകലിൽ കർത്താവിന്റെ കൂടെയുള്ളത് കൊണ്ട് ഒരു ലോകശക്തികൾക്കും ഒരു മാനുഷിക വാക്കുകൾക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ലെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തിടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ.
പോയി. സംഹാരദൂതൻ എന്നെ മാറായ മധുരമാക്കി, മാറായ മധുരമാക്കി തീർക്കുമവൻ, മാറായ മധുരമാക്കി തീർക്കുമവൻ. പറയത്തിളന്നു ദാഹം പോകുമവൻ, പറയത്തിളന്ന് മാറായ മധുരമാക്കി, മാറായ മധുരമാക്കി തീർക്കുമവൻ, മാറായ മധുരമാക്കി തീർക്കുമവൻ. പറയത്തിളന്നു ദാഹം പോകുമവൻ, പറയത്തിളന്നു എൻ സങ്കടങ്ങൾ സകലതോ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ കുഞ്ഞാട്ടിന്റെ വിലയേറിയ, കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ എൻ സങ്കടങ്ങൾ സകലവും, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എൻ സങ്കടങ്ങൾ സകലവും, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ മരുവിലൻ ദൈവം, മരുവിലൻ ദൈവം എനിക്കധിപതിയെ, മരുവിലൻ ദൈവം എനിക്കധിപതിയെ. തരുമവൻ പുതുമഞ്ഞാതുമതിയെ, തരുമവൻ പുതുമഞ്ഞ. മരുവിലൻ ദൈവം, മരുവിലൻ ദൈവം എനിക്കധിപതിയെ, മരുവിലൻ ദൈവം എനിക്കധിപതിയെ. തരുമവൻ പുതുമഞ്ഞാതുമതിയെ, തരുമവൻ പുതു എൻ സങ്കടങ്ങൾ സകലവും, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ ഫറവോന് ഞാനിനി, ഫറവോന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അങ്ങനല്ല, പരമസിയോനിൽ ഫറവോന് ഞാൻ, ഫറവോന് ഞാനിനി അടിമയല്ല, ഫറവോന് ഞാനിനി പരമസിയോനിൽ ഞാൻ അങ്ങനല്ല, പരമസിയോ. എൻ സങ്കടങ്ങൾ സകലവും, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ സമച്ചേറി എൻ സങ്കടങ്ങൾ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അതെനിക്കറിയാത്തൊരവകാശമേ, അതെനിക്കറിയാത്തോ. മനോഹരമായ, മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അതെനിക്കറിയാത്തൊരവകാശമേ, അതെനിക്ക. എൻ സങ്കടങ്ങൾ സകലവും, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എന്നെ ആനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ. കനാൻ ജീവിതം എനിക്ക് ആനന്ദമേ, കനാൻ ജീവിതം എനിക്ക് സമച്ചേർന്നു ആനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ. കനാൻ ജീവിതം എനിക്ക് ആനന്ദമേ, കനാൻ ജീവിതം എനിക്ക്. എൻ സങ്കടങ്ങൾ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സംഹാരദൂതൻ എൻ സങ്കടങ്ങൾ സകലവും, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ ഇന്ന് മകളിലെ കർത്താവിന്റെ ദയ നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ഇന്ന് മകളിലെ അക്ഷരമാർക്ക് പറയാൻ കഴിയുമോ? ഒരു മാനുഷിക ശക്തികൾക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് മകളിൽ ഞാൻ ആശ്രയിക്കുന്നത് സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രനല്ല, ഇന്ന് മകളിൽ വാക്കുമാറുന്ന മനുഷ്യനിലല്ല. ഇന്ന് മകളിൽ ഞാൻ ആശ്രയിക്കുന്നത് എന്നെ ഒരു നാൾ കൈവിടാത്തൊരു അപ്പനിലാണ്. ഇന്ന്
തീരുമൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം ഹല്ലേലൂയ അന്നു തീരുമൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗേ വേഗം വായിലെ തുറന്നൊന്ന് ചേർന്ന് പാടാമോ വന്നു തീരുമൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗേ വേഗം. ഒരു ദൈവഭക്തന്റെ പ്രത്യാശയാണ് എന്റെ ദേഹം മണ്ണോട് മണ്ണായി തീർന്നാലും കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ എന്റെ കർത്താവിനോട് കൂടെ നിത്യതയിൽ പ്രവേശിക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും ഊമരും ഉണർന്നരും കൂട്ടിച്ചു വരുന്നൊരു സമയമുണ്ട്. ഇന്ന് പകലും ആ കർത്താവിനോട് കൂടെ ഞാൻ ദീർഘനാൾ എന്റെ ദൈവത്തോട് കൂടെ വസിക്കുമെന്ന് ഉറപ്പുള്ളവർ, ആ പ്രത്യാശയുള്ളവർ മാത്രം ആ കരങ്ങളെ എല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. ഒരു നിമിഷം ആ കരങ്ങളെ എല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ല മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ല മാറിയിടും. ആ കരങ്ങൾ ഉയർത്തിച്ചേർന്ന് വിന്മയമാകും ശരീരം, വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ല മാറിയിടുമേ. സ്വർഗീയ ശില്പിയേ, സ്വർഗീയ ശില്പിയേ നേരിൽ കാണും. അല്ലലിയ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയേ നേരിൽ കാണും. അല്ലലിയ നാട്ടിൽ ഞാൻ എത്തിടും. ശബദം വിന്മയമാകും, വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ല മാറിയിടുമേ. വിന്മയമാകും ശരീരം, വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ല മാറി. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് ചേർന്ന് പാടാമോ?
ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം ഇന്ന് പകലൊരു നിമിഷം ആ കണ്ണുകളെല്ലാം ഒന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അപ്പ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് സ്തുതിക്കാം. അപ്പ അങ്ങൊരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽ ആത്മാവിനും സത്യത്തിനും അങ്ങ് ആരാധിക്കാൻ അങ്ങൊരുക്കിയ നല്ല അവസരത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ വിന്മയമാകുന്ന ശരീരം കർത്താവേ, ഇന്ന് പകലിൽ കർത്താവേ അങ്ങയോട് ചേർന്ന് കർത്താവേ ഹല്ലേലൂയ നിത്യതയിൽ ഞങ്ങൾ പ്രവേശിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ ശരീരങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമായാലും കർത്താവേ ഞങ്ങളുടെ നിത്യത നഷ്ടമാവാതെ കർത്താവേ അങ്ങ് ഞങ്ങളെ പരിപാലിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അവിടുന്ന് മറക്കണമേ. തുടർന്നുള്ള ഓരോ ശുശ്രൂഷകളെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ പൂർണ്ണമായി അപ്പന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഉയർന്നു കേൾക്കട്ടെ, ഉയർന്നു കേൾക്കട്ടെ. അല്പസമയം കൂടെ അന്യഭാഷയിൽ ആ കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ, ഉയർത്തിയാട്ടെ. ഇന്നു പകലിലും ആ ദൈവത്തിന്റെ ആത്മാവിനെ ഇതിന്റെ നടുവിലേക്കൊന്ന് സ്വാഗതം ചെയ്താട്ടെ. ആ കരങ്ങളെല്ലാം ചേർത്തടിച്ച് ആമേൻ ശക്തിയോടെ അധരങ്ങളെ തുറന്ന കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. മറ്റെന്തിനേക്കാളും ഇന്നു പകലിലും ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിക്കണമെന്ന ആഗ്രഹമുള്ളവർ മാത്രം ചേർന്ന് അധരങ്ങളെ തുറന്ന് ശക്തിയോടെ ഇന്നു പകലിൽ എൻ്റെ വിടുതലിന്റെ ദിവസം, യെസ്, ആ ഉറപ്പുള്ളവർ മാത്രം ചേർന്ന് പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ ഇന്നു പകലിൽ എന്നെ നിറയ്ക്കണേ എന്നത് പറഞ്ഞേ. ഇന്ന് പകൽ ഈ ആരാധനയുടെ നടുവിൽ തന്നെ ഏത് വിഷയത്തിൽ ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നു അതിന്റെ മേലൊരു വിടുതൽ എന്റെ ദൈവം ഇന്ന് അയക്കേണ്ടതിനായി പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്തുതികൾക്ക് യോഗ്യനെ അങ്ങ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത്ഭുത മന്ത്രിയെ അങ്ങ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. Thank you Jesus. അതുകൊണ്ട് ഇന്ന് പകലിലും ആമേൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ മറ്റൊന്നിനാലും തൃപ്തനാകത്തില്ല. ആമേൻ ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പറയാൻ കഴിയും, കർത്താവേ ഇന്ന് പകൽ മറ്റൊന്നിനാലും ഞാൻ തൃപ്തനാകത്തില്ല. ഇന്ന് പകൽ അളവില്ലാത്ത സാന്നിധ്യത്തെ എന്റെ മേലൊന്ന് പകരണമേ കർത്താവേ. ഇന്ന് പകൽ എന്റെ വിഷയങ്ങൾക്ക് മേൽ വിടുതൽ തരാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, ആമേൻ, അളവില്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യം. ഇന്ന് പകലിൽ ഏത് വിഷയമാണെങ്കിലും അത് മാറ്റിമറിക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, എന്റെ കർത്താവിന്റെ അളവില്ലാത്ത സാന്നിധ്യം. ആമേൻ, ആ സാന്നിധ്യത്തിന്റെ മുൻപിൽ മടങ്ങാത്ത ഒരു മുട്ടുമില്ല. യെസ്, ആ സാന്നിധ്യത്തിന്റെ മുമ്പിൽ തോൽക്കാത്ത ഒരു നാമവുമില്ല. അതുകൊണ്ട് ഇന്നു പകലിലും ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പാടിയപ്പാ ആ പരിശുദ്ധ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറച്ചാട്ടെ. പരിശുദ്ധാത്മാവ നിറയ്ക്കാൻ അനുദിനവും എന്നെ ചേർന്ന് പാടി. പരിശുദ്ധാത്മാവ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനേ. നിന്റെ വേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. ഓ നിന്റെ വേലയെ, ഓ
പകലും ആ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഓ സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ, യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും താരനേ നന്ദി. ആ നന്ദിയുള്ള ഹൃദയത്തോടൊന്ന് പാടി. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും താരനേ നന്ദി. അടിയാടത്തിൽ കിടന്നു കൂരിരുൾ എന്നെ മാറപ്പിടിച്ചു. അടിയാഴത്തിൽ കിടന്നു കൂരിരുൾ എന്നെ മാറപ്പിടിച്ചു. എന്നാ ഓ നാഥൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാറോട് ആ സ്നേഹം ജീവിതത്തിൽ തിരിച്ചറിഞ്ഞോർന്നു പാടി. ഓ നാഥൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാറോട് ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും താരനേ നന്ദി. യേശുവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും താരനേ. അങ്ങേ ഞാൻ ഓ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും നന്ദിയാൽ. കാരണം ഓ യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. പകലിലും എല്ലാ സ്തുതികളും എല്ലാ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. യോഗ്യൻ നീ, യോഗ്യൻ നീ യേശു. അക്കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി. അവന്റെ നാമം മാത്രം ഉയർന്നത്, അവന്റെ നാമം മാത്രം ഉന്നതമായത്. ആ ഉറപ്പുള്ളവർ, ആ ബോധ്യമുള്ളവർ അക്കരങ്ങളെല്ലാം തുറന്നത്. സർവ ആരാധനയ്ക്ക് യോഗ്യനായ, സർവ സ്തുതികൾക്ക് യോഗ്യനായ, സർവശക്തനായ എന്റെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചോട്ടെ. യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ. ഓ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ
തിരുനീണത്താ വീണ്ടെടുത്തു. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താ വീണ്ടെടുത്തു. ഉയർത്തുന്നു ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനെ യേശു മാത്രം ഉയർത്തുന്നു ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനെ യോഗ്യൻ നീ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യേശു മാത്രം യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ ദൈവകുഞ്ഞാടേ യോഗ്യൻ നീ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ യോഗ്യൻ നീ യേശു മാത്രം യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യേശുവേ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ മന്ത്രങ്ങളെല്ലാം തുറന്ന് ശബ്ദമുയർത്തി പാടി യോഗ്യൻ നീ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്കു യോഗ്യൻ. ഇന്ന് പകൽ ആ സ്തുതിയുടെ ശബ്ദം ഉയരുമ്പോൾ തന്നെ ആ ദൈവ സാന്നിധ്യം ഇന്നും പകലിൽ ഈ ആരാധനാലയത്തിന് നടുവിൽ ചലിക്കുന്നതിന് നന്ദി പറഞ്ഞാൽ യെസ് യെസ് യോഗ്യൻ യേശുവേ യോഗ്യൻ നീ. We worship you Lord, we worship you Lord. നിങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ്, ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു ദൈവമേ. യോഗ്യൻ നീ യോഗ്യൻ നീ. അധരങ്ങളെല്ലാം തുറന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് പകലിലും യോഗ്യനായ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനെ തന്ന എന്റെ പാപത്തെ മാറ്റാം, എന്റെ മരണത്തെ നീക്കാം. യെസ് നിത്യമായി നമ്മളെ സ്നേഹിച്ച കർത്താവിന് ഇന്നും പകലിലും ഒന്ന് നന്ദി പറയാൻ കഴിയുമോ? പെറ്റമ്മ മറന്നാലും മറക്കാത്ത, ഈ ലോകത്തെ ആരൊക്കെ കൈവിട്ടാലും ഒരു നാളിലും കൈവിടാത്ത, പാട്ടുകാരൻ പറഞ്ഞതുപോലെ നിത്യമായി എന്നെ നിങ്ങളെ സ്നേഹിച്ച ആ വലിയ സ്നേഹത്തിന് ഇന്ന് പകലിലും ഒന്ന് നന്ദി പറയാൻ കഴിയോ? ഈ ലോകത്തിലെ സ്നേഹമെല്ലാം മാറിപ്പോയപ്പോൾ ഒരു നാളിലും മാറാത്ത, ഒരു നാളിലും മറക്കാത്ത ആ സ്വർഗീയ സ്നേഹത്തിനായി ഇന്ന് പകലിലും ഒന്ന് നന്ദി പറയാൻ കഴിയോ? എന്നെ നിങ്ങളെ പാപത്തിന്റെ ചേറ്റിൽ നിന്ന് ഈ ഉറപ്പുള്ള പാറമേൽ നിർത്തിയ ആ മറയാത്ത സ്വർഗീയ സ്നേഹത്തിനായി ഇന്ന് പകലിലും അതരങ്ങളെ തുറന്ന് ഹൃദയത്തിലെ നന്ദി കുറഞ്ഞു പോയിട്ടില്ലെങ്കിൽ
We thank you, Jesus. We thank you, Jesus. ഇന്ന് പകലിലും ആരോഗ്യത്തോടെ ഈ നാമത്തെ ഉയർത്താൻ കഴിയുന്നത് എന്റെ മഹത്വമല്ല, ആ സ്വർഗത്തിലെ സ്നേഹം ഒരു നിമിഷം പോലും എന്നെ മറക്കാത്തത് കൊണ്ടാണെന്ന് ഉറപ്പുള്ളവർ മാത്രം. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, മറ്റാരെക്കാളും എന്റെ സ്തുതികൾക്ക് യോഗ്യൻ അവരേശു മാത്രം, എന്റെ ആരാധനയ്ക്ക് യോഗ്യൻ അവരേശു മാത്രം. യെസ്, ഇന്ന് പകലിലോ ഒരു വ്യക്തിക്ക് മാത്രം പ്രസക്തി, അത് ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഞങ്ങളല്ല, അത് യേശു മാത്രം. അതുകൊണ്ട് അമ്മേൻ ഉറപ്പോടെ പറയാൻ കഴിയും, ഏകൻ മാത്രം യോഗ്യൻ, അതെന്റെ യേശു മാത്രം. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടെ നീയോ. ചേർന്ന് പാടി, യോഗ്യൻ നീ, യോഗ്യൻ നീ. യെസ് ലോർഡ്, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടെ. ഇന്ന് പകലിൽ ആ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല, നമുക്ക് ഭാരപ്പെടാനൊന്നുമില്ല. കാരണം നമ്മുടെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല. ആമേൻ. നമ്മൾ മയങ്ങിപ്പോയാലും ആമേൻ, അവൻ നമ്മൾക്ക് കാവലായി, കരുതലായി, എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ, ഒരു ഊനം വരാതെ കർത്താവ് കാക്കാൻ ഇന്നു പകലിലും വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്നു പകലിലും ആ വിശ്വസ്തതയെ ഓർത്താൽ, ആ കരുതലിനെ ഓർത്താൽ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ആമേൻ. വചനം ഇങ്ങനെ പറയുന്നത്, ആമേൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. ഇന്നു പകലിൽ ലോകത്തിന്റെ താങ്ങുകൾ നീങ്ങിപ്പോയെന്ന് വരാം, എന്നാൽ ഒരു നാളും നീങ്ങാത്ത, ഒരു നാളും മാറാത്ത ഒരു വലം കൈ എന്നെ പിടിച്ചിട്ടുണ്ട്. ആമേൻ. അതൊരു കേവലം ഒരു മനുഷ്യന്റെ കൈയല്ല, സർവശക്തനായ ഇസ്രായേലിന്റെ പരിപാലകനായ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ എന്റെ യേശുവിന്റെ കൈയത്രേ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഉറപ്പോടെ ഒരു കാര്യം പറയാൻ കഴിയും, ഏത് സിംഹത്തിന്റെ കൂട്ടിൽപ്പെട്ടാലും, എത്ര മുക്കിക്കളയുന്ന വെള്ളത്തിന്റെ മീതെ നീ നടന്നാലും നീ അവിടെ തകർന്നു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല. കാരണം നിന്റെ കരം പിടിച്ചിരിക്കുന്നത് എന്റെ യേശു അത്രേ. അതുകൊണ്ട് എത്ര പേർക്ക് പാടാൻ കഴിയും, ആമേൻ, ഇനി ഞാൻ ഭയപ്പെടത്തില്ല, ഇനി ഞാൻ ഭാരപ്പെടത്തില്ല. കാരണം എന്റെ കൂടെയുള്ളത് ഒരു മനുഷ്യനല്ല, സർവശക്തനായ ദൈവം അത്രേ. അതുകൊണ്ട് എത്ര പേർക്ക് പാടാൻ കഴിയും? സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടി നീയും, തീച്ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടി നീയും. സിംഹങ്ങൾ നടുവിൽ, ഓ സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടി നീയും. ഓ തീച്ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിരിയും. കാരണം കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടും നിന്നെ. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടും നിന്നെ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഓ ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിലും ഒരു ഭയം കൂടാതെ എല്ലാ ഭയങ്ങളെയും ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിങ്ങളെ തന്നെ ആമേൻ ആ ദൈവ സാന്നിധ്യത്തിൽ വിട്ടുകൊടുത്ത് ആമേൻ ആ കർത്താവിന്റെ ശക്തിയോടെ ഒന്ന് ആരാധിച്ചിട്ട് പകലും ആ കരങ്ങളെല്ലാം ചേർത്തടിച്ച് ശക്തിയോടെ
ഇമ്മാനുവേൽ നിന്റെ യേശുവേ, ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിക്കും. തീച്ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിരിക്കും. ചെറുപാടിയ ഓ സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിക്കും. ഏത് തീച്ചൂള വന്നാലും തീച്ചൂള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിരിക്കും. ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ച് ഉറപ്പോടെ പാടും. തന്നുള്ളം കയ്യിൽ വഹിച്ച്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെ. ഓ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെ. ഓ കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഓ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെ. കെട്ടുകളെ അടിച്ചതും ദൈവകൃപയാ, മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാ. കെട്ടുകളെ അടിച്ചതും ദൈവകൃപയാ, മുറിവുകൾ മാറ്റിയതും ഓ കൃപയാ 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 ഓ കൃപയാ 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 പകലിലും കൃപയാ കൃപയാ കൃപയാ. എന്റെ പേര് ചൊല്ലി വിളിച്ചതും പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. പേരു ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ഓ കൃപയാ 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 കൃപയാ. ചേർന്ന് പാടി. ഓ കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ കൃപയാൽ 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 കൃപയാൽ. ഓ നീതിമാനായി മാറ്റിയതും ദൈവകൃപയാ, നിത്യജീവൻ നൽകിയതും ദൈവകൃപയാ. നീതിമാനായി മാറ്റിയതും ദൈവകൃപയാ, നിത്യജീവൻ നൽകിയതും ദൈവകൃപയാൽ. കൃപയാൽ 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 നിലനിൽക്കുമേ, ദൈവകൃപയാൽ. ഉറപ്പോടെ പാടി. ഓ കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ കൃപയാ 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 കൃപയാ. കഷ്ടങ്ങളെ നീക്കിയതും ദൈവകൃപയാ, വരങ്ങളെ നൽകിയതും ദൈവകൃപയാ. കഷ്ടങ്ങളെ നീക്കിയതും ദൈവകൃപയാ, വരങ്ങളെ നൽകിയതും ദൈവകൃപയാ. കൃപയാ 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 കൃപയാ. ഓ കെട്ടുകളെ അടിച്ചതും ദൈവകൃപയാ, മുറിവുകൾ മാറ്റിയതും ദൈവ
കെട്ടുകളെ അഴിച്ചതും ദൈവകൃപയാ, മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാ, കൃപയാ 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 കൃപയാ. എന്റെ പേരു നന്ദി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ. പേരു നന്ദി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ, കൃപയാ 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 കൃപയാ. ശക്തിയോടെ കൃപയാ 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 കൃപയാ. എന്റെ സാഹചര്യങ്ങളെ കീഴ്മേൽ മറയ്ക്കാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നും പകലിലും എന്റെ മേലൊന്ന് ചലിക്കണമെന്ന് പറഞ്ഞ്, എന്റെ കുടുംബത്തിന്റെ മേൽ ഒന്ന് ചലിക്കണമെന്ന് പറഞ്ഞ്. യെസ് യെസ് ഇന്നും പള്ളി ദൈവസാന്നിധ്യത്തോട് പ്രതികരിക്കുന്നവരുടെ പേരിൽ ഒരളവില്ലാത്ത ദൈവ സാന്നിധ്യം, ഒരളവില്ലാത്ത ദൈവശക്തി, ചിലതിനെ മാറ്റാൻ കഴിയുന്ന, ചിലതിനെ നീക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇന്നും പകലിൽ വ്യാപരിക്കുന്നു.
ഇതിന്റെ നടുവിൽ ചലിക്കുന്ന ദൈവ സാന്നിധ്യത്തിനാണ് നന്ദി പറയുന്നു കർത്താവ്, നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് പകലിലും ഞങ്ങളുടെ വിടുക്കല്ല അവൻ പാട്ടുകാരെ പാടിയതുപോലെ കൃപയാ കൃപയാ കൃപയാ, ആ ദൈവത്തിന്റെ കൃപയാ. അവൻ കഴിഞ്ഞ നാളുകളെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ കഷ്ടങ്ങളെ മാറ്റിയത് എന്റെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല, എന്റെ കെട്ടുകളെ അഴിച്ചത് എന്റെ എന്റെ എന്തെങ്കിലും കണ്ടിട്ടല്ല. അമേൻ. ഒന്നേ പറയാനുള്ളൂ, കൃപയാ കൃപയാ കൃപയാ. അതുകൊണ്ട് ഇന്ന് പകലിലും ആ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്നവരണമേ, ആ ദൈവത്തിന്റെ സാന്നിധ്യം അളവില്ലാതെ ഇന്ന് പകൽ പകർന്നതിനായി നന്ദി പറഞ്ഞു. ആമേൻ. ഇന്ന് പകലിലും നിങ്ങളുടെ കൂടെ ആരില്ലെങ്കിലും ആ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ. എത്ര നിങ്ങളെ താഴ്ത്താൻ നോക്കിയാലും, ഏതൊക്കെ മനുഷ്യൻ നിങ്ങളെ ഒതുക്കാൻ നോക്കിയാലും, ആ ദൈവത്തിന്റെ കൃപ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ ഒന്നിനും ഒതുക്കാൻ കഴിയത്തില്ല. അധിക നാൾ നിന്നെ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. ആ ദൈവത്തിന്റെ ശക്തിയാ ഏത് വലിയ മതിലിനെയും ഇടിക്കാൻ കഴിയുന്ന, എത്ര വലിയ സൈന്യം നിന്റെ നേർക്ക് വന്നാലും നിന്റെ കൂടെ സൈന്യത്തിന്റെ നായകനായ കർത്താവുണ്ടെങ്കിൽ. അതുകൊണ്ട് ഈ വരികളൊന്ന് ചേർന്ന് പാടി. കൂട്ടിനായി ആരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടി കൂടെ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടി. ഇന്ന് പകലൊന്ന് പാടിയ കൂട്ടിനായി ആരുമില്ലെന്നാണ്. കൂട്ടിനായി കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടി കൂടെ ഭയപ്പെടേണ്ടി. കാരണം ഒന്നേ പറയാൻ,